എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് ഒരു പുതിയ ബാക്ക്ഗ്രൗണ്ടിൽ പുതിയ സെറ്റപ്പിലൊക്കെ നമ്മൾ നമ്മുടെ ആന്റി ഏജിങ് സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സ്നേഹം. നിങ്ങൾക്കൊക്കെ മാക്സിമം ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 8 o'clock ആകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ വരും കേട്ടോ. രാത്രി 8 മണിക്കാണ് നമ്മുടെ ഈ വീഡിയോ. എനിക്ക് തോന്നുന്നു അതാണ് കറക്റ്റ് സമയം തോന്നുന്നു. ഒരാഴ്ച നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത് ആ സമയം നമുക്ക് അപ്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി 6 o'clock ആക്കാം കേട്ടോ. നമ്മുടെ പഴയ സമയം തന്നെ ആക്കാം. അപ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണിൽ ബെല്ല് അമർത്തി ഓൾ ഓപ്ഷൻ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ വരുള്ളൂ. കാരണം ഒരുപാട് അമ്മമാർ നമ്മുടെ ഈ ഒരു ചാലഞ്ചൊക്കെ ചെയ്യുന്ന അധികവും ഒത്തിരി പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കന്മാരെടുത്തോ കുഞ്ഞുമക്കളെടുത്തോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി വെച്ചിട്ട് അവരോട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോസ് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ആന്റി ഏജിങ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ, നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന വീഡിയോയിലും നിങ്ങൾ കമൻറ്റ് എഴുതിയിടുക. ഓക്കെ, താഴെ കമൻറ്റ് പറയുക. ഞാൻ ഈ ഒരാഴ്ച നിങ്ങൾ കമൻറ്റ് ഇടുന്നതിൽ നിന്നും, ഇപ്പം തുടർച്ചയായിട്ട് കമൻറ്റ് ഇടുന്നവരെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ഡെയിലി നമ്മുടെ കണ്ണിൽ ഒരാൾ എന്തായാലും പെടുമല്ലോ. അപ്പോൾ തുടർച്ചയായിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തായാലും നമ്മുടെ ചുമ്മാ ഹായ് മാത്രം അയക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതിൽ നിന്ന് ഒരാഴ്ച, അതായത് മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഇടുന്ന വീഡിയോയിൽ നിന്ന് 5 പേരെ, അതായത് നല്ല നല്ല കമൻസ് ഒക്കെ ഇടുക, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന 5 പേരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഞായറാഴ്ച നമുക്കൊരു സൂം മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. കാരണം നമുക്ക് കണ്ട് സംസാരിക്കാം. നമ്മളൊരു സ്കിൻ കെയറിന്റെ പ്രോബ്ലംസ്, നമ്മൾ ഈ ഒരു 5 ദിവസം ചെയ്തത് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ ഉൾപ്പെടുത്തണം, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ലൈക്ക് സ്കിൻ കെയറിനെ സംബന്ധിച്ച് സംസാരിക്കാനുണ്ട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് 5 ദിവസവും കമൻസ് ഇട്ട് അതിൽ ഏറ്റവും നല്ല കമൻസ് കാണുന്ന തോന്നുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കമൻസിൽ 5 കമൻസ് സെലക്ട് ചെയ്തിട്ട് ആ 5 പേർക്കും ഞാൻ സൂം മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നെയിം കളക്ട് ചെയ്ത് പേര് കളക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം പറയും. അന്ന് നിങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം പറയും. അന്ന് നിങ്ങൾ എനിക്ക് ഫോൺ നമ്പർ എൻ്റെ വാട്സപ്പിൽ അയച്ചു തരാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന എക്സർസൈസും യോഗാസും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്സ്. പിന്നെ പാക്കുകളൊക്കെ നമ്മുടെ തന്നെ പാക്കുകൾ ഒരുപാട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതില്ലാത്തവർ ഞാൻ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകളും കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 days ആന്റി ഏജിങ് സ്കിൻ കെയർ ചലഞ്ച് സക്സസ്ഫുൾ ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഇന്ന് ആരംഭിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മനസ്സിനെ സമാധാനമായിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പീസ്ഫുൾ മൈൻഡ്. നമുക്ക് ലൈഫ് ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യം, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്കുണ്ടാകുന്ന പ്രശ്നമായിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. ചിലർക്ക് ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും, ചിലർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും, ചിലർക്ക് മക്കളെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും, ചിലർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ മൂലമുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഇതും കടന്നു പോകും. ആ ഒരു പോയിന്റ്, ആ ഒരു കോട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക, ഇതും കടന്നു പോകും. അപ്പോൾ എല്ലാം കടന്നു പോകുന്ന സിറ്റുവേഷൻസ് മാത്രമാണ്. ഒരിക്കലും ഒന്നും സ്ഥായിയായിട്ട് നിരന്തരമായിട്ട് ദൈവം ആർക്കും സങ്കടങ്ങളോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് സന്തോഷങ്ങളോ ഒരിക്കലും കൊടുക്കാറില്ല. അതൊക്കെ മാറി വരും. സോ ഞാൻ ഈ പറയുന്ന അതും ഇതുമായിട്ട് എന്താണ് സംബന്ധം, ഇതും അതും എന്തിനാ ചേച്ചി ഒന്നിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രെസ് നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ആ ഒരു ഏജ് തോന്നുന്ന ഒരു ഫേസ് ലുക്കിനെയും ഒക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രെസ് മൂലം നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ ഉണ്ടാവുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു രീതിയിൽ കൂടി നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ഉള്ള പ്രായത്തിലും കൂടുതൽ പ്രായം തോന്നിക്കുകയും നമ്മൾ ക്രമേണ ഡള്ളായി, നമുക്ക് ഫേസിലൊക്കെ ഒരു ചുളിവോ അല്ലെങ്കിൽ ഒരു മാർക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അത് ഇഷ്ടമല്ല. അവർക്ക് കുറച്ച് നല്ല സ്കിന്നൊക്കെ നല്ല നീറ്റായിട്ടിരിക്കണം, മുടിയൊക്കെ നല്ല കറുത്തിരിക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എസ്കേപ്പ് ആകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ്
ഓഫ് ഓൾ ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രീ. ബട്ട് ഒരു കാര്യം ആലോചിക്കുക, ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആർക്കും പെട്ടെന്നൊന്നും സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് വിഷമിക്കും. ദൈവം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇത്ര കഷ്ടം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതല്ല, അവരുടെ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനെ എന്ത് പറയുന്നത്, അത് ഓക്കെ സാരമില്ല, ഇന്ന് മോശമായിട്ടുള്ള ദിവസമാണെങ്കിൽ നാളെ ഒരു നല്ല നാളുണ്ടാകും എന്ന് വിചാരിച്ച് മാറ്റി എടുക്കാൻ കഴിയുന്നവർ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവുകയുള്ളൂ. സ്ട്രെസ്സായിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ സ്ട്രെസ്സായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും സ്ട്രെസ്സായിട്ട് ലൈഫിനെ സ്പോയിൽ ചെയ്ത് കളയാതിരിക്കുക, ഫസ്റ്റ് കാര്യം. ഓക്കെ, സക്സസ് ആവണമെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഈ ഒരു ആൻറ്റി സ്കിൻ കെയർ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, സ്ട്രെസ് വിടുക, നല്ല പോലെ ഉറങ്ങുക. ദിവസം 8 മണിക്കൂർ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പകലും രാത്രിയുമായിട്ട് വേണമെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങാം. കണ്ടിന്യൂസ് 8 മണിക്കൂർ ഉറക്കം ഏറ്റവും നല്ലത്. എങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ ഉറക്കം ജീവിതത്തിൽ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 ഡേയ്സിൽ നിങ്ങൾ അതൊരു പരിശീലിക്കുക കേട്ടോ. ഒരു 30 ഡേയ്സ് നല്ല പോലെ 8 മണിക്കൂർ ഉറങ്ങുക. ഉറക്കം വരില്ല എന്നൊന്നും പറയരുത്. കിടക്കുമ്പോഴത്തേക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. മോശം കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നമ്മൾ വിഷമിക്കുന്നതിനെക്കാട്ടിലും ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മോശം അനുഭവം ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മൾ തിരിച്ച് ചിന്തിക്കുക. നല്ല കാര്യങ്ങൾ അത്രയും ഉണ്ടാവും, എങ്കിലും ആ ഒരു മോശം കാര്യത്തിനെ പറ്റി മാത്രം നമ്മൾ തിങ്ക് ചെയ്യും. ആ ഒരു മോശം കാര്യത്തിനെ വിട്ടേക്കുക. പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരും അവർ പറയുന്നതാവണം നമ്മൾ, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെയാണ് അങ്ങനൊന്നും ആകണമെന്നില്ല. അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നല്ലതിനെ എടുക്കണം, ഇല്ല നല്ല മോശം പറഞ്ഞാലും അതിന് ജസ്റ്റ് ഒരു ലെസൺ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുക. സോ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. ചിലർക്ക് ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, ഹസ്ബൻഡുമായിട്ടുള്ള പ്രോബ്ലംസ്, കുട്ടികളുടെ പ്രോബ്ലംസ്, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയോ, ശരിയാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ശരിയാക്കി എടുക്കുക, അല്ലെങ്കിൽ സന്തോഷത്തോടെ പിരിയുക. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന് ഒരുപാട് എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഒത്തുപോകാൻ പറ്റുവാണെങ്കിൽ മാക്സിമം സഹകരിച്ച് ഒത്തുപോവുക. ഇല്ല അത് തോന്നുവാണെങ്കിൽ അടിച്ചു പിടിച്ച് സ്ട്രെസ് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഒന്നിച്ച് പോകുന്നതിനെക്കാട്ടിലും സന്തോഷത്തോടെ പിരിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം കേട്ടോ, സ്ട്രെസ് മാറ്റിയെടുക്കാനായിട്ട്. അതൊന്ന്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ട്രെസ്സിനെ നിങ്ങൾ തന്നെ വിചാരിച്ചാലേ മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ഡോക്ടറിനോ ഒരു മരുന്നിനോ നിങ്ങളുടെ സ്ട്രെസ്സിനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾ തന്നെ വിചാരിച്ച് മാറ്റിയെടുക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നല്ലപോലെ ഉറങ്ങുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെയിലി നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചുള്ള, അത് ഓരോ 20 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ ബോട്ടിൽ വെള്ളം, 1 ലിറ്റർ വെള്ളം എന്നുള്ളത് ശീലമാക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം. നാളെ മുതൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ആ ആവശ്യമുള്ള വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് ആ വെള്ളം അന്ന് ഫുള്ളായിട്ട് കുടിച്ച് തീർക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ നമ്മൾ വെറുതെ, ഞാൻ എപ്പോഴും പറയാനുള്ളത്, വെറുതെ നമ്മൾ കുറേ ക്രീമുകളൊന്നും വാരി തേച്ചാലൊന്നും നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആകില്ല. നമ്മൾ ഉള്ളിലും കൂടെ നല്ല രീതിയിലുള്ള ഇൻടേക്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സ്കിൻ കെയർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. പിന്നെ ഒരു വെജിറ്റബിൾ ജ്യൂസ്, ഏതെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസ്, ഇത് 2 ജ്യൂസായിട്ട് കഴിക്കണം എന്നില്ല, അല്ലാതെ കഴിച്ചാലും മതി, ഒരു പ്രോബ്ലം ഇല്ല. ഇത് കമ്പൽസറി ആയിട്ട് എടുക്കുക. ആഴ്ചയിൽ 3 ദിവസം ഏതെങ്കിലും ഇലക്കറികൾ ഉൾപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനൊക്കെ ധാരാളം കഴിക്കുക, പാല് കുടിക്കാം, മുട്ട കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഫുഡുകൾ സെലക്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ കഴിക്കാം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സർസൈസ് കാണിച്ചു തരാം. അതായത് ഫേസ്, നമ്മുടെ സ്കിന്ന് സാഗ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിന്റെ ആ ഒരു ആരോഗ്യമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊരു എന്താ പറയുക, ഒരു എക്സർസൈസ് എന്ന് വേണമെങ്കിൽ എടുക്കാം. ഒരു ഫേസ് എക്സർസൈസ് വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ 10 ടൈംസ്, അതായത് രാവിലെയും വൈകുന്നേരവും 10 ടൈംസ് നിങ്ങളിത് ചെയ്യണം. 10 ടൈംസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കാണിച്ചു തരും. അതേപോലെ നിങ്ങൾ ഒരു 10 ടൈംസ് കൗണ്ട് ചെയ്ത് ഓരോ സ്റ്റെപ്സും, ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സും നിങ്ങൾക്ക് മാക്സിമം ഹോൾഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നാളെ മാത്രമല്ല, നാളെ മുതൽ അടുത്ത ഒരാഴ്ച, അതായത് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ എക്സർസൈസ് മോർണിംഗും ഈവനിങ്ങും ചെയ്യുക. മസാജിങ് സ്റ്റെപ്സ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പം മോർണിംഗ് ഈവനിങ് വേണ്ട എന്ന് പറഞ്ഞു ആ സമയത്ത് നിങ്ങൾ നിർത്തുക. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് വേണം ചെയ്യാനായിട്ട്.
ഫേസ് വാഷ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച്. നമ്മുടെ എൻ്റെ ഫേസ് വാഷ് പൗഡർ ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള ഫേസ് വാഷ് പൗഡർ വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യാം. എൻ്റെ ഫേസ് വാഷ് പൗഡർ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾക്ക് ഫേസ് വാഷ് പൗഡർ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് പൈസ, അത് 100 ഗ്രാമിന് 180 രൂപയാണ്. നിങ്ങളത് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല കൃത്യമായിട്ട് നീറ്റായിട്ടൊക്കെ സംരക്ഷിക്കാൻ കഴിയും. ഇല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി സൂക്ഷിച്ചാലും മതി. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ല എന്ന് വെച്ചോളൂ. നമ്മുടെ ആ ഫേസ് വാഷ് പൗഡറുള്ള എല്ലാ കാര്യങ്ങളും ഇല്ല, ചേച്ചി ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടുമല്ലോ, അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് ഒന്ന് പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഫേസ് വാഷ് അതിനകത്ത് കുറച്ച് മാസിക്കായിട്ട് ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. അത് പക്ഷേ ഫേസിന് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ഫേസിന് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന എക്സർസൈസ് രാവിലെയും വൈകുന്നേരവും ചെയ്യണം 7 ദിവസം. ഓക്കെ, പാക്കുകളെ കുറിച്ചൊക്കെ നാളെ ഓരോരോരുത്തർ പറയും. ഇന്ന് നിങ്ങൾ ഒരു പാക്കും ഇടണ്ട. രാവിലെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക, ഈ ഒരു എക്സസൈസ് ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, കെമിക്കൽ അടങ്ങിയ മോയ്സ്ചറൈസർ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നല്ല കുറച്ച് അലോവേര ജെൽ, നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ ഉള്ളവരാണെങ്കിൽ ആ മോയ്സ്ചറൈസർ ഉപയോഗപ്പെടുത്താം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് അലോവേര ജെൽ എടുത്തിട്ട് അതിൽ കുറച്ച് കുങ്കുമപ്പൂവൊക്കെ ഇട്ട് ഒരു വൈറ്റമിൻ ഇ ഓയിലും എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഫേസിൽ അതിൽ കിടക്കാൻ നേരത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കിടക്കുക. പിന്നെ പകലും ഒക്കെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെക്കുക ദേഹം ഫുള്ള്. കുളിക്കാൻ ബാത്ത് പൗഡർ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി ആണല്ലോ, പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ബാത്ത് പൗഡർ യൂസ് ചെയ്യുക. നല്ലതും മാവുന്നൊക്കെ നിങ്ങൾക്ക് കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഇത്രയും പ്രോഡക്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ള ബാത്ത് പൗഡർ നിങ്ങൾക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. മൂന്നാമത് നല്ല പോലെ ഉറങ്ങുക. നാലാമത്തെ കാര്യം മോർണിംഗും ഈവനിങ്ങും നല്ല പോലെ ഫേസ് വാഷ് ചെയ്ത് നീറ്റാക്കി വെച്ച് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ഫേസ് എക്സർസൈസസ് കറക്റ്റ് ആയിട്ട് 7 ദിവസവും ഫോളോ ചെയ്യുക. അത് ഞങ്ങൾക്ക് മാറുന്ന ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ്. അടുത്തത് എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ നീട്ടി പറയുന്നത്. ക്ഷമയോടെ കേട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫേസ് എക്സർസൈസിലോട്ട് കിടക്കാം. ഞാനൊരു 5 സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ് ഒക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് നീറ്റാക്കിയൊക്കെ വെച്ചതിന് ശേഷം ചെയ്യുക. അഴുക്കുള്ള ഫേസോട് ചെയ്യേണ്ട. ഇത് മസാജിങ് ഒന്നും അല്ല, എങ്കിലും നമ്മളൊരു നല്ല ഫ്രഷ് ആയിട്ടൊക്കെ എനിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നമ്മൾ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇതല്ലേ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കുക. അതേപോലെ ആ ഒരു ഷേപ്പിൽ ഫേസ് വയ്ക്കുക. എങ്ങനെയാണ്? കണ്ടോ, ആ ഫേസിന്റെ രീതി കണ്ടോ എങ്ങനെയാണ്? ഇത് നിങ്ങൾക്ക് എത്രത്തോളം നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും? നമ്മൾ നാക്കുന്നത് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഹോൾഡ് ചെയ്യുക, നിർത്തുക. വീണ്ടും രണ്ടാമത്. അങ്ങനെ 10 ടൈംസ് നിങ്ങൾ ചെയ്യണം. കണ്ടോ, ഇത് നിങ്ങൾ 10 ടൈംസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാം, നമ്മളൊരു അതിശയിച്ച് ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിശയിച്ച് എങ്ങനെയാ നോക്കുക? ഇങ്ങനല്ലേ നോക്കുക? കണ്ണും പിരികവും ഒരേ സമയം മുകളിലേക്ക് ഉയർത്തി വെക്കുക. എന്നിട്ട് ഒരു 10 കൗണ്ട്സ് നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. നമ്മുടെ ഈ ഫേസിലുള്ള ഫുൾ മസിൽസും നല്ലപോലെ സ്ട്രെയിറ്റ് ആവും. വീണ്ടും രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ. 1 2 3 4 5 6 7 8 9 10. നമ്മൾ അതിശയിച്ച് ഇങ്ങനെ നോക്കത്തില്ലേ, അതിശയിച്ച് നോക്കത്തില്ലേ, അതേപോലെ അതിശയിച്ച് നോക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എല്ലാ സ്റ്റെപ്സും തന്നെ ഒരു 10 കൗണ്ട്സ് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അടുത്തത് നമ്മുടെ ഒരു ഫിഷ് ഫേസ് എന്ന് പറയത്തില്ല, ഇങ്ങനെ ഫിഷ് സ്മൈൽ ചെയ്യുന്നതാണ്. ആക്ച്വലി ഇങ്ങനെ ആണ്. ചുണ്ട് നല്ല ചേർത്ത് വെച്ചിട്ട് ചുണ്ട് ചേർക്കുമ്പോൾ നിങ്ങൾ ഈ ഭാഗം ഉള്ളിൽ കൊണ്ടുപോകണ്ട, ചുണ്ട് മാത്രം. അത് ഒരു 10 കൗണ്ട്സ് റിലാക്സ് ചെയ്യുക. വീണ്ടും
10 കൗണ്ട്സ് റിലാക്സ് ചെയ്യുക. അങ്ങനെ 10 കൗണ്ട്സ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അതും ഒരു 10 കൗണ്ട്സ് ചെയ്യുക. അടുത്ത 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചുണ്ട് ഇങ്ങനെ ഒരു വല്ലാത്ത ചിരി ഇരിക്കത്തില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഇങ്ങനെ ആക്കത്തില്ല. എങ്ങനെയാണ് അങ്ങനെ ചുണ്ട് ഇങ്ങനെ വൈഡ്, നമ്മൾ ചിരിക്കുമ്പോൾ ഇങ്ങനെയല്ല ചിരിക്കുക, അങ്ങനെ ചുണ്ടാക്കുമ്പോൾ അങ്ങനെ ആക്കാറില്ലേ നമ്മൾ ചിലക്ക് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ ആക്കത്തില്ലേ, ആ ഒരു ഫേസ് എങ്ങനെയാണ് ചുണ്ടിനിങ്ങനെ പരത്തി, കണ്ടോ, ആ ഒരു രീതിയിൽ ചുണ്ട് വയ്ക്കുക. ഓക്കെ, അത് ഒരു മാക്സിമം നിങ്ങളൊരു 10 കൗണ്ട്സ് റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ ആ ഒരു എഫക്റ്റ് നല്ല പോലെ അറിയാൻ പറ്റും. അതും ഒരു 10 കൗണ്ട്സ് ചെയ്യുക. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും ചെയ്യുന്നതും എല്ലാം 10 കൗണ്ട്സ് എന്നാണെന്നുള്ളത് മറക്കാതെ ഓർമ്മിക്കാം. അടുത്ത് നമ്മൾ ചിരിക്കുക. ചിരിച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗം ചിരിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, ഞാൻ 2 കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. കണ്ടോ, മനസ്സിലായോ എങ്ങനെയാണെന്ന്? അതായത് നമ്മൾ ചിരിച്ചിട്ട് ഒരു പപ്പറ്റ് ഫേസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. ഓക്കെ, ഇതും ഒരു 10 കൗണ്ട്സ് വെച്ചിട്ട് മൊത്തം ടോട്ടൽ 10 കൗണ്ട്സ് ചെയ്യുക. ഇത് റിയലി എഫക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള 5 എക്സർസൈസ് ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, ഞാനൊരു ഫേസ് യോഗ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഒരുപാട് സ്റ്റെപ്സ്, അതിനുശേഷം ഇപ്പോഴാണ് ആക്ച്വലി ഞാൻ ഫേസ് യോഗ എക്സർസൈസസ് ഒക്കെ ചെയ്ത് പഠിച്ചു വരുന്നത്. കാരണം മസാജിങ് സ്റ്റെപ്സ് ഒക്കെ ആയിരുന്നു ഞാൻ അധികവും പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചുള്ള സ്റ്റെപ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് പഠിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഓരോന്നായിട്ട്. ഈ ഫസ്റ്റ് ഡേ നിങ്ങൾ ഈ ഒരു 5 സ്റ്റെപ്സ് 10 കൗണ്ട്സ് വെച്ച് മോർണിംഗും 10 കൗണ്ട്സ് വെച്ചിട്ട് നൈറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഡേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക. നമുക്ക് എത്രത്തോളം മനസ്സിലാകുന്നോ അത്രത്തോളം നേരം റിവൈൻഡ് ചെയ്ത് കാണുക. എനിക്ക് കാണാൻ സമയമൊന്നുമില്ല, പേഷ്യൻസ് ഒന്നുമില്ല, ക്ഷമയൊന്നുമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്ഷമയില്ലാത്തവർക്കും സ്ട്രെസ് ഉണ്ടാകുന്നതാണ് ആ കാര്യം. കാരണം നമുക്ക് എന്ത് കാര്യം ക്ഷമിക്കുക, ശ്രദ്ധയോടെ കേൾക്കുക, നമ്മൾ സമാധാനത്തോടെ, ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സമാധാനത്തോടെ ജീവിക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ദൈവം തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പാടായിരുന്നാലും സന്തോഷമൊക്കെ ആയിരുന്നാലും എന്തായിരുന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫാണ് ദൈവം തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ദൈവം തരുന്ന എല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം കയ്യും കാലും ഒക്കെ സൃഷ്ടിച്ചത്. ഒരു പേർക്ക് അതിൻ്റെ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് മോസ്റ്റ്ലി ഒരു 90% എങ്കിലും എല്ലാവർക്കും കയ്യും കാലും ഒക്കെ ഒരുപോലെയാണ് കൊടുത്തേക്കുന്നത്. അധ്വാനിച്ച് ജീവിക്കാൻ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും കൊടുത്തേക്കുന്നത്. സോ നമ്മൾ നമ്മുടെ കഴിവുകളെയും ഒക്കെ നമ്മൾ എങ്ങനെ വിനിയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഈ എക്സർസൈസ് ഒക്കെ ചെയ്ത വീഡിയോസോ അല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ആയിട്ടോ ഒക്കെ ചെയ്യുക. അതിലൊരു നല്ല ഫോട്ടോസും ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ നമ്മുടെ ചാനലിന്റെ പേര് തന്നെയാണ് kavis_lifestyle_lab. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പർ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുക. രണ്ടും കൂടെ ആകുമ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനാണ്. ചില പേർക്ക് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. കാരണം പലപ്പോഴും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പേഴ്സണലായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് അത് നോക്കൂ ഇത് നോക്കൂ ആ കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ. പിന്നെ പ്രോഡക്ട്സ് നമുക്ക് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ എത്തിക്കണ്ടേ, അങ്ങനെയാണ് ഒരു പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോകളും ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ കമൻസ് ഇടാൻ ആരും മറക്കരുത്. കമൻസിൽ നിന്ന് നമ്മൾ 5 പേരെ സെലക്ട് ചെയ്ത് സൂം മീറ്റിംഗ് ഒക്കെ വെച്ച് ഫ്രീ ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് നല്ല രീതിയിൽ കുറച്ച് നേരം സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും